സാറേ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിൽ ഒസാമ ബിൻ ലാദൻ അദ്ദേഹത്തിൻ്റെ മകൻ ഹംസ ബിൻ ലാദൻ ജീവനോടെ ഉണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അദ്ദേഹം 2019 അദ്ദേഹത്തിനെ വധിച്ചു എന്നാണ് നേരത്തെ കേട്ടിട്ടുള്ളത്. അമേരിക്കയുടെ വ്യോമാക്രമണത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ്. പക്ഷേ ഇപ്പോൾ വരുന്നത് ഇദ്ദേഹം അഫ്ഗാനിസ്ഥാനിലെ രഹസ്യ കേന്ദ്രത്തിൽ സഹോദരനോടൊപ്പമുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ദ മിറർ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ഇരുന്നിട്ട് അഫ്ഗാൻ കേന്ദ്രമാക്കിയിട്ട് അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ഈ പിതാവിൻ്റെ മരണത്തിന് പ്രതികാരമായി പാശ്ചാത്യ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇദ്ദേഹം പദ്ധതി ഇടുന്നുണ്ട്. അതായത് അൽ-ഖ്വയ്ദ എനിക്ക് ജർമ്മനിയിലാണെന്ന് തോന്നുന്നു ഒരു ആക്രമണം ഉണ്ടാവുകയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അൽ-ഖ്വയ്ദ ഈ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയാണോ? ബില്ലാദൻ മരിച്ചു, അത് തെളിവ് സഹിതം അമേരിക്ക അത് അവരറിയുന്നതല്ലേ. അല്ല, ബില്ലാദൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അദ്ദേഹം രംഗത്തുണ്ടാകുമായിരുന്നല്ലോ. ഇതുപോലെ അൽ-ഖ്വയ്ദ ഇങ്ങനെ നിൽക്കില്ല. അല്ല, അൽ-ഖ്വയ്ദ തിരിച്ച് ഇപ്പം വന്നിട്ട് താലിബാൻ അവിടെ ഭരണം പിടിച്ചില്ലേ. അമേരിക്കയുടെ ചങ്ങാതിയായില്ല. എന്നാലും ശക്തി ക്ഷയിച്ചു പോയില്ലേ? ശക്തി ഇവിടെ ക്ഷയിച്ചു. അവർക്ക് എയർഫോഴ്സ് ഇല്ലാത്തവർക്ക് എയർഫോഴ്സ് ആയി, കവചിത വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് കവചിത വാഹനമായി. ജീവിച്ചിരിപ്പുണ്ടെന്നാണ് പറയാൻ പറ്റും. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇപ്പൊ ബേരുപുള്ള പ്രകാരം മരിച്ചിട്ടുണ്ട്, ഒരു ഉറപ്പുമില്ല. ഇവർക്കൊക്കെ ബോഡി ഡബിൾ ഉണ്ട്. ഇവനെയാണ് അപ്പന്മാർ കൊന്നെങ്കിലോ അവൻ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഇവര് നിന്ന് ഇൻഫർമേഷൻ അല്ലേ തരുള്ളൂ. പോലീസും പട്ടാളൊക്കെ തന്നെ ഇൻഫർമേഷൻ രണ്ട് രീതിയാണ്, മൂന്ന് തരം ഇൻഫർമേഷൻ ആയിരുന്നു. ഒന്ന്, ശരിക്കും വെടിവെച്ച് വന്ന ആളുകൾ, ഇപ്പം എക്സൽ വർഗീസ്, പക്ഷെ അത് എൻകൗണ്ടർ കില്ലിംഗ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് പിടിച്ചിട്ട് വെടിവെച്ച് കൊത്തിയത് നടന്ന സംഭവം. ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഇപ്പൊ വീരപ്പൻ്റെത് ഒരു എൻകൗണ്ടർ കില്ലിംഗ് ആയിരുന്നു, ബോഡിയൊക്കെ കണ്ടിട്ടുണ്ട്. വേലുപ്പിള്ള പ്രഭാകരൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പിടിച്ചത് അവന്മാരാണ്. അവന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്മാർക്ക് ഈ വേലുപ്പിള്ള പ്രഭാകരൻ പിടിച്ചാൽ യുദ്ധത്തിൽ പൂർണ്ണ വിജയമാവുള്ളൂ, പിടിച്ച് കൊന്നുകളയണം, അവരെ പിടിക്കണം. അപ്പം വേലുപ്പിള്ള പ്രധാനൻ്റെ ശരീരം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ബോഡി ഡബിൾ ആണെങ്കിൽ പോലും ഇവരത് പുറത്തു അറിയില്ല. അല്ല, അങ്ങനാണെങ്കിൽ പോലും വേലുപ്പിള്ള പ്രഭാകരൻ മരിച്ചു അല്ലെങ്കിൽ മരിച്ചില്ല എന്ന് വയ്ക്കട്ടെ, അങ്ങനാണെങ്കിൽ അവര് ശക്തമായി നിൽക്കണ്ടേ? അല്ല, അവർ ശക്തമായി അല്ലല്ല, അത് ആ സമയത്തൊന്ന് പതുങ്ങും, അവര് പിന്നെ തിരിച്ചു വരും. ഇത്രയും വർഷം അവർക്ക് അങ്ങനെ നിൽക്കാൻ പറ്റും? ഇല്ല, അവർ പതുങ്ങിയിട്ട് അവര് നിൽക്കാൻ പറ്റും. കാരണം ഈ ഡയസ്പോറ ഉണ്ട്. അത്ര അമേരിക്കക്ക് ഇവരൊക്കെ ആവശ്യമുണ്ടല്ലോ. പിന്നെ പൂർണ്ണ നശിച്ച് കാണാൻ അവർക്ക് ആഗ്രഹിക്കുന്നില്ല. ശ്രീലങ്കയിൽ അവർക്ക് മിഷനുണ്ട്, ഇന്ത്യയിൽ അവർക്ക് മിഷനുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഇവർക്ക് അമേരിക്കക്ക് ശല്യം അല്ലെങ്കിൽ അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോളാൻ പറയും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കും. അടുത്ത് തന്നെ ഇവരുടെ ഒരു ബുദ്ധിജീവിത പ്രഭാകരൻ ജീവിച്ചിരിപ്പുണ്ട്, അടുത്ത് തിരിച്ചു വരുന്ന എന്തോ ഒരു പ്രസംഗം അന്വേഷണം നടത്തിയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് വാഹനാപകടത്തിൽ മരിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വിമാനാപകടത്തിൽ മരിച്ചു. പക്ഷേ ഈ ശ്രീത്ത് പണിക്കർ അതിന്റെ കൃത്യമായ ഡാറ്റ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വിമാനാപകടത്തിൽ അങ്ങനെ മരിച്ചിട്ടില്ല, ജീവിച്ചിരുന്നു എന്നുള്ളതാണ് പലരും വിശ്വസിക്കുന്നത്. ഇപ്പൊ ശ്രീത്ത് പറയുന്നത് അനുസരിച്ചിട്ടാണ്. ശ്രീത്ത് അതിന് അവര് തരുന്ന ഓരോ ഡാറ്റ ശ്രീത്ത് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബാബ എന്ന് പറഞ്ഞ ഒരാളുടെ പേര്, അയാൾ ഇദ്ദേഹമായിരുന്നു എന്ന് തോന്നുന്നു. 85 നോറ്റ മേടിച്ച്. പക്ഷെ അവശേഷിക്കുന്ന പല്ലുകളിൽ DNA ടെസ്റ്റ് നടത്തിയപ്പോൾ അത് സുഭാഷ് ചന്ദ്രബോസിന്റെ കുടുംബമായിട്ട് യോജിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അപ്പൊ ശ്രീത്ത് പറയുന്നത് എന്താ വെച്ചാൽ അത് അദ്ദേഹത്തിന്റെ പല്ലൊന്നല്ല, വേറെ ഏതോ പല്ലാണ് ശ്രീത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ ശ്രീത്ത് പറയുന്നതിന് മുമ്പ് നമ്മളത് അവിടെ അവസാനിപ്പിച്ചു. ശ്രീത്ത് പക്ഷെ അതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. എന്ത് പുതിയ അതൊരു ഡെവലപ്മെന്റ് ഉണ്ടായത് ശ്രീത്ത് അത് പുറത്തുകൊണ്ടുവരുന്നത്. പിന്നെ ഇത് തന്നെ നരേന്ദ്രമോദി ഇവിടെ ഏത് ഇന്ത്യ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയാൽ അദ്ദേഹത്തിന്റെ ചിതാഭസ്മം സൂക്ഷിച്ച സ്ഥലത്ത് പോകും. മോഡി പോയിട്ടില്ല. മോഡി പറഞ്ഞാൽ ഇതോടുകൂടി നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ഇൻഫർമേഷൻ തരാനുള്ളതൊക്കെ തരും, ഇനി ഇതൊന്നും കൂടുതൽ തരാൻ പറ്റില്ല എന്നാണ് മോഡിയുടെ ശ്രീത്ത് തന്നെ പറഞ്ഞതാണ്. പക്ഷേ മോഡി വേറെ അക്കോർഡിംഗ് ടു ശ്രീത്തിന്റെ സംസ്ഥാനം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി മോഡി വേറെ ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. അദ്ദേഹം അവിടെ പോയിട്ടില്ല. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന ആ വിമാനാപകടത്തിൽ മരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണെന്ന് മോഡി വിശ്വസിക്കുന്നില്ല എന്നുള്ളല്ലോ. അപ്പോൾ പല ഭരണാധികാരിയാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും തുറന്നു പറയാൻ പറ്റില്ല. അതുപോലെ ബില്ലാദൻ മരിച്ചു എന്ന് നിങ്ങളാരെയും ബോഡി കണ്ടോ? അന്ന് ജലാലാബാദ് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ ജലാലാബാദ് എയർപോർട്ട് ഇവരുടെ മിലിറ്ററി ബേസിൽ നിന്നാണ്, എയർബേസിൽ നിന്നാണ് ഈ ഹെലികോപ്റ്ററുകൾ പറന്നു വരുന്നത്. ഈ പറഞ്ഞ സ്റ്റെൽത്ത് ഹെലികോപ്റ്ററുകൾ, റഡാറിന് പിടിക്കാൻ പറ്റാത്ത. അവിടെ അന്ന് ജോലി ചെയ്താൽ നമ്മുടെ നാട്ടിൽ BJP-കാരൻ പയ്യനുണ്ട്, സന്തോഷ്. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ പണിക്ക് വന്നിരുന്നു. അവിടെ നിന്ന് വന്നതിന് ശേഷം അങ്ങനെ ശമ്പളമൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ജോലി ചെയ്യാന്ന് വെച്ചാൽ ഏത് നിമിഷവും ആക്രമണം ഉണ്ടാവുമല്ലോ. അത് ഈ ആക്രമണം സന്തോഷം പറയുന്നത് വെച്ചാൽ ഇവര് തന്നെ
ഇവരുടെ ഈ ഒക്യുപ്പേഷൻ ആയിരിക്കാൻ വേണ്ടി ഇവർ തന്നെ സംഘടിപ്പിക്കുന്നതാണ്. കാരണം ഇവർക്ക് ആദ്യം ഇൻഫർമേഷൻ കൊടുക്കും, ഒരു അറ്റാക്ക് ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ തൽക്കാലം മാറാമെന്നാവും. അപ്പോൾ സന്തോഷ് ശേഷം ചോദിച്ചു, സാർ എന്താ ഇതെന്തിനാ എങ്ങനെ? അപ്പോൾ ആ അവിടുത്തെ മിലിറ്ററി ഓഫീസർ സന്തോഷാണ് പറഞ്ഞത്, ദിസ് ഈസ് ബിസിനസ് എന്നാണ്. സന്തോഷം അത്. അപ്പം ഈ ബില്ലാദിനെ പിടിക്കുന്നതിന് 2 ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് ഇവരെ മൊത്തം അവിടുന്ന് മാറ്റി. ഇവരെ മൊത്തം മാറ്റി ഈ മിഷൻ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇവരറിയുന്നു. നമ്മളറിഞ്ഞതിന് ശേഷമാണ് അവർ ഇവരറിയുന്നത്. ഈ ജലാലാബാദ് പിന്നെ എയർബേസിലോ മിലിറ്ററി ബേസിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ മറവ് ചെയ്തെന്ന് പറയുന്നത്. ആരെങ്കിലും ഈ ബോഡി കണ്ടിട്ടുണ്ട്? മതാചാരപ്രകാരം മറവ് ചെയ്തു. അതേ പറഞ്ഞത്, ആര് ബോഡി ആര് കണ്ടു? കടലിലല്ലേ മറവ് ചെയ്തത്. ഇവരൊക്കെ അമേരിക്കക്ക് ആവശ്യമാണ്. ഇവർക്ക് പലതരം റോളുകൾ ലോകത്ത് നിർവഹിക്കാൻ. പക്ഷെ ആ സമയത്ത് പിടിക്കേണ്ടത് ഇലക്ഷൻ വിജയത്തിനും ഒക്കെ അത്യാവശ്യമായിരുന്നു. അമേരിക്കക്കാരൊന്ന് ശാന്തരാക്കാൻ. കൊല്ലപ്പെട്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും അല്ല, അതുകൊണ്ടാണ് താലിബാൻ വീക്ക് അല്ലല്ലോ. താലിബാൻ ഈസ് വെരി സ്ട്രോങ് നൗ. ഇറ്റ്സ് എൻ ഒഫീഷ്യൽ ഫോഴ്സ് റൈറ്റ് നൗ. അതെ, അല്ല താലിബാൻ മാത്രമല്ലല്ലോ അവര് ആ ഒരു ലോകമെമ്പാടും. അതന്നെ ഇവർക്ക് ഏറ്റവും വലിയ ഭീഷണി IS ആണ്. താലിബാൻ ഇപ്പൊ അമേരിക്കന്റെ ബൈ ആണ്. അവർക്ക് സ്വന്തം എയർഫോഴ്സ് വരെ ഉണ്ടായി കൊടുത്താണ് അവർ പോകുന്നത്. അപ്പൊ ഇയാളെ മോൻ മരിച്ചില്ല എന്നതൊക്കെ സത്യമായിരിക്കും. അതായത് മരിച്ചിട്ടില്ല, കാരണം താലിബാൻ വിരുദ്ധ സൈനിക സഖ്യമായ NMF ആണ് ഹംസയുടെയും കൂട്ടാളികളുടെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്. പിന്നെ കൊന്നൊരാൾ വരെ കൊന്നിട്ടുണ്ട്. അത് ഇയാളാണ്, പിന്നെ സദ്ദാം ഹുസൈൻ. അത് കൃത്യമായി. കാരണം എന്താ വെച്ചാൽ സദ്ദാം ഹുസൈൻ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന സ്പെൻഡ് ഫ്യൂലായിരുന്നു. സദ്ദാം ഹുസൈൻ ഇനി ആവശ്യമില്ല. ഇറാൻ അടിക്കാൻ വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന ഫോഴ്സ് ആണ്. ആ പണി ചെയ്തു. അത് കഴിഞ്ഞാൽ സദ്ദാം ഹുസൈൻ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കി. സദ്ദാം ഹുസൈൻ ഭയങ്കര കോൺഫിഡൻസ് വന്നു. അപ്പോൾ സദ്ദാം ഹുസൈൻ അന്യായത്തിന്റെ പാതയെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അയാൾ തയ്യാറായില്ല. മാത്രമല്ല അമേരിക്കന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചോടെ ഇയാൾ കുവൈറ്റൊക്കെ കീഴടക്കി. അതുകൊണ്ട് ഇയാൾ ബ്ലാക്ക് ലിസ്റ്റ് പെട്ടു. അയാൾ സ്പെൻഡ് ഫ്യൂ അല്ല. ബില്ലാദിനൊക്കെ അതുപോലെയല്ല, എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാണ്. നിങ്ങൾ ഈ സൗദി റോയൽ ഫാമിലിയായിട്ട് ബന്ധമുള്ള ആളാണ് ബില്ലാദ്. ഈ സൗദി റോയൽ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അങ്ങനെ എളുപ്പമൊക്കെ ഒരു കൊന്നെറിയുന്നുണ്ട്. അത്തരത്തിലുള്ള സോവിയറ്റ് റഷ്യനെ തകർക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളായാണ്. അമേരിക്കയിൽ കയറി അടിച്ച അമേരിക്കൻ ഉണ്ടാക്കിയ ഒരു പാരനോയി ആണെങ്കിലോ, നമ്മൾ അറ്റാക്കിലാണ്, നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടും, അതുകൊണ്ട് നമ്മൾ ശക്തമായി ഒരുമിച്ച് കൂടുതൽ ഡെമോക്രസിയിലേക്കും പോകണ്ട, കൂടുതൽ ലിബറലിസത്തിലേക്കും പോകണ്ട എന്ന ഒരു പാരനോയി ഉണ്ടാക്കിയതാണെങ്കിലോ. അമേരിക്കക്കാരെ സത്യത്തിൽ ലോകത്ത് എന്ത് നടക്കുന്നുണ്ട് ബോധയുടെ ആയിരുന്നില്ല. കാരണം അവൻ്റെ നാട്ടിൽ അറ്റാക്ക് ഉണ്ടായിരുന്നില്ല. ആദ്യം 2 ഒബലാമ സ്ഫോടനമാണ് അങ്ങനെ സ്ഥലത്തിന്. അതിന് ഏറ്റവും ഒരു അടിയല്ലേ, അതായത് ഞങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള അവരുടെ ഒരു രാഷ്ട്രീയത്തിന് ഏറ്റവും അടിയാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ? എന്ന് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെ പറയുമോ, അതോ അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ട് ഇവർ ഭരണാധികാരിയുടെ ചിന്തയുണ്ട്. ജനങ്ങളെ കൊണ്ട് ഈ ചിലതൊക്കെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഒരു ചിലതൊക്കെ സംഭവം. ഞാൻ പറയാതല്ലേ, ഈ മൊസാദിന്റെ ഇത്തവണ ഹമാസ് അവിടെ നടത്തിയ അക്രമം അത് മൊസാദ് അറിഞ്ഞുകൊണ്ട് നടത്തിയാണ്. ഇസ്രായേലിൽ ഭയങ്കര ജനാധിപത്യമാണ്. ജൂതന്മാർ ഇപ്പോൾ തന്നെ ഭയങ്കര ജനാധിപത്യവാദികളാണ്. സാധാ ജൂത ഇസ്രായേലിൽ ജനാധിപത്യ അവന്മാർ കണ്ടുപിടിച്ചാന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ സംഭവിച്ചത്? ഇങ്ങനെ ഒരുപാട് ജനാധിപത്യവാദികളെ അവിടെ പല ചിന്തകരും ഈ വളരെ ഓപ്പണായിട്ട് പലസ്തീനൊക്കെ വേണ്ടി സംസാരിക്കുകയും ഈ സയണിസത്തിന് ഭയങ്കരമായിട്ട് എതിർക്കുകയും ചെയ്യുന്നതാണ് കാറ്റുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് ഇവന്മാർ തട്ടിക്കൊണ്ടുപോയത്, ഈ പലസ്തീൻ്റെ കൂടെ വെക്കുന്ന ആളുകളെ. അതോടുകൂടി അവരൊക്കെ എന്താ ഇതിനെതിരായി മാറി. നമുക്കറിയില്ല എന്താണ് സംഭവിച്ചത്, നിങ്ങൾക്കറിയോ? ഇതൊക്കെ ഒരു അവിടുന്ന് അവർ തരുന്ന വൺ സൈഡ് സ്റ്റോറീസേ നമുക്കറിയുള്ളൂ. പിന്നെ അതിൻ്റെ കൗണ്ടർ നെഗറ്റീവ് ഈ ആക്രമിച്ചവരും തരും. ഈ രണ്ടിൽ നമ്മൾ പൊതുവെ ഒഫീഷ്യൽ ആയിട്ടുള്ളത് നമ്മൾ എടുക്കുള്ളൂ. ഇദ്ദേഹത്തിനെ 2019 വധിച്ചു എന്ന് പറയുന്നത്, പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്ന് അതല്ല കണ്ടത്. ഇപ്പൊ സുഭാഷ് ചന്ദ്രബോസിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കും. സുഭാഷ് ചന്ദ്രബോസ് ഇപ്പൊ പലരും പറഞ്ഞത് അത് സൈബീരിയൻ ജയിലൊക്കെ കടന്നിട്ട് കഷ്ടപ്പെട്ടതാണ്. പിന്നെ അത് ശരിയാവാൻ സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹത്തെ കുടുംബത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസിന് അന്നത്തെ ഇന്ത്യത്തെ ഇവിടെ ഭരണകൂടത്തിന് പേടിയാണ്. ബോസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ജനം മൊത്തം ബോസിന് പിന്നാലെ പോവുകയായിരുന്നു. അതാണ് കാര്യം. ബോസ് ഹിറ്റ്ലറിനെ കണ്ടതൊക്കെ ഇപ്പോഴല്ലേ പ്രശ്നം, അന്ന് വലിയ പ്രശ്നം ഒന്നായിരുന്നില്ല. അപ്പം അതേപോലെ ഇത് നമുക്ക് അവർ തരുന്ന ഡാറ്റ നമ്മൾ വിശ്വസിക്കണം. നമുക്കറിയാം അതിൽ പ്രശ്നം ഉണ്ടാവും. ഒഫീഷ്യൽ സ്റ്റോറീസ് വിശ്വസിക്കാൻ നമുക്ക് മറ്റു വഴിയില്ല. പക്ഷെ അത് വിചാരിച്ചിട്ട് അത് സത്യമാണോന്നില്ല. ഇത് ഒബാമ അന്ന് ഇത് എന്താണ് തത്സമയം കാണുകയായിരുന്നു നിർദ്ദേശങ്ങൾ. അത് അവരിരുന്ന ന്യൂസ് അല്ലേ, അല്ല വേറൊരാള് ദേശാഭിമാനിക്കാരൻ തരുന്ന ന്യൂസ് അല്ലല്ലോ. ഈ ദേശാഭിമാനിക്കാരൻ ഇപ്പോഴത്തെ സാധ്യത എനിക്ക് തോന്നുന്നില്ല ഒരു കാതിരിക്കാൻ പറ്റാത്തവരായിട്ട് ആരും ഇല്ലെന്നോ. വല്ല ഈ പറയുന്ന ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചില ആളുകളുണ്ട്, മരണത്തെ പോലും പേടിയൊന്നുമില്ലാത്ത. അവർക്ക് ചിലപ്പോൾ ഇവരെ പേടിയില്ലാവില്ല. ബാക്കി എല്ലാവരെയും കണക്ക് തന്നെ ഇവർക്ക് അതിനിക്കാനൊക്കെ പറ്റും. ഇതൊക്കെ ഒഫീഷ്യൽ ന്യൂസാണ്. ഒഫീഷ്യൽ ന്യൂസ് പണ്ട് സോവിയറ്റ് റഷ്യ ഉണ്ടായ സമയത്ത് ഈ ഒഫീഷ്യൽ ന്യൂസിനെതിരെ കൗണ്ടർ നെഗറ്റീവ് ഇല്ലായിരുന്നു. ഇപ്പം അങ്ങനെ കൗണ്ടർ നെഗറ്റീവ് ഇല്ല, ഒഫീഷ്യൽ കൗണ്ടർ നെഗറ്റീവ് ഇല്ല. പിന്നെ ഈ തീവ്രവാദികളുടെ കൗണ്ടർ നെഗറ്റീവ് ഉണ്ട്. അതായത് ഈ വിമാനം അടിച്ച് പൊളിച്ച ജൂതന്മാരാണ്.
അത് ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയും ഈ വിമാനം കൊണ്ട് അവിടെ ഇടിച്ചത് ഇങ്ങനെയുള്ള കാര്യം ഇത് നമ്മൾ സ്വീകരിക്കുകയില്ല. കാരണം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, അവന് ഇവനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതിൽ നമ്മൾ കാണാത്തൊരു കാര്യം, ഇവരെല്ലാം ഹാൻഡ് ഇൻ ഗ്ലോ ആണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ബില്ലാദന്റെ ശവശരീരം കാണിച്ചാൽ എന്താ പ്രശ്നം? നിങ്ങളെ വലിയ വിജയമല്ലേ, നിങ്ങൾ എവിടെ വേണമെങ്കിൽ കൊണ്ട് മറവ് ചെയ്തോ, പക്ഷെ കാണിച്ചാൽ എന്താ പ്രശ്നം? അപ്പം എന്തായാലും നമുക്ക് ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയുന്നു, ബിൻ ലാദനും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് സാധ്യതയുണ്ട്, നമുക്കില്ലാതെ പറയാൻ പറയുന്നു. എന്തായാലും ബിൻ ലാദൻ ഇനി നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതുപോലൊരു വാർത്ത വരുമോ ഇല്ലയോ? രാജീവ് ഗാന്ധി മരിച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തെ കേസം പറയോ? ഇനി അപ്പുറത്ത് വേറൊരു കേസുണ്ട്. നിങ്ങളുടെ നാട്ടിൽ വലിയ സിനിമ ഉണ്ട് അനുഷ്ഠരാജ്. ഇത് നമ്മൾ ഈ പറയുന്ന എക്സ്ട്രീം പറയുന്ന വേറെ കക്ഷികളുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഇതിന്റെ ഏത് സത്യം ഇതിന് ഇവര് ഈ പറയുന്ന കൗണ്ടർ നാരേറ്റീവിന് ഇൻവാലിഡ് ആക്കുന്ന ഇങ്ങനെയുള്ള ആളുകളാണ്. ജയൻ മരിച്ചിട്ടില്ല, സിംഗപ്പൂരേക്ക് പോയതാ, പിന്നെ എന്തിനാ സിംഗപ്പൂരേക്ക് വന്ന് ഈ മണ്ടന്മാര്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ജയൻ മരിച്ചിട്ടില്ല, സിംഗപ്പൂരേക്ക് പോയത്. അത് രാജീവ് ഗാന്ധി മരിച്ചിട്ടില്ല, വേറൊരു ബോഡി അവിടെ കൊണ്ട് ചിട്ടാന്നാവുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഉള്ളതായ സാധനം വരുന്നതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കില്ല. പക്ഷേ ഈ അന്താരാഷ്ട്ര രംഗത്ത്, അന്താരാഷ്ട്ര പൊളിറ്റിക്സിലേക്ക് തീവ്രവാദികളും ഈ പറയുന്ന അമേരിക്കയൊക്കെ തമ്മിൽ ഇതേ ഹാൻഡ് ഇൻ ഗ്ലൗ ആണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.